സ്നേഹമുള്ളവരെ, ഇന്ന് ഡിസംബർ 14 തിങ്കളാഴ്ച. ഇന്നത്തെ വചന വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 43 മുതൽ 45 വരെയുള്ള തിരുവചനങ്ങൾ. ഫലത്തിൽ നിന്ന് വൃക്ഷങ്ങളെ തിരിച്ചറിയാം എന്നാണ് ഈശോ പറയുക. മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴമോ ഞെരിഞ്ഞിലിൽ നിന്ന് അത്തിപ്പഴമോ പറിക്കാറില്ലല്ലോ. നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിൻ്റെ നന്മയിൽ നിന്ന് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു. ചീത്ത മനുഷ്യൻ ഹൃദയത്തിലെ തിന്മയിൽ നിന്ന് ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു. കർത്താവ് പറയുന്നു, ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുക. അതുകൊണ്ട് നമ്മൾ ശുദ്ധീകരിക്കേണ്ടത് ഹൃദയമാണ്. ഹൃദയം മുഴുവൻ നന്മയാണെങ്കിൽ നമ്മുടെ വാക്കും പ്രവൃത്തിയും നല്ലതായിരിക്കും. ഹൃദയം മുഴുവൻ തിന്മയാണെങ്കിൽ വാക്കും പ്രവൃത്തിയും ദുഷിച്ചതായിരിക്കും. അതാണ് ഈശോ നമ്മൾ ഓർമ്മപ്പെടുത്തുക. കാരണം ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് ആദരം സംസാരിക്കുക. അപ്പോൾ ഹൃദയം നന്മ കൊണ്ട് നിറച്ചാൽ സംസാരം നന്മയുള്ളതാകും, പ്രവൃത്തിയും നല്ലതാകും. ഹൃദയം മുഴുവൻ ദുഷിച്ചതാണെങ്കിൽ, തിന്മയാണെങ്കിൽ സംസാരവും ദുഷിച്ചതാകും, പ്രവൃത്തിയും ദുഷിച്ചതാകും. അതുകൊണ്ടാണ് ഈശോ പറയുക, വൃക്ഷങ്ങളെ ഫലത്തിൽ നിന്ന് തിരിച്ചറിയാമെന്ന്. ഫലം എന്ന് പറയുന്നത് നമ്മുടെ വാക്കും പ്രവൃത്തിയാണ്. അതിൽ നിന്ന് നമ്മൾ എങ്ങനെയുള്ളവരാണെന്ന് തിരിച്ചറിയാം. ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്. സാധാരണ നമ്മൾ ഓരോ പിള്ളേർ ഓരോ പ്രവൃത്തി ചെയ്യും, പറയുമ്പോൾ ഇതവൻ അപ്പൻ്റെ മോൻ തന്നെ. കാരണം അപ്പൻ ചെയ്യുന്ന അതേപടി അവൻ ചെയ്യണു. ചില പിള്ളേർ അപ്പനെ പോലെ കളവ് നടത്തുന്നു, ചില പിള്ളേർ അപ്പനെ പോലെ തെറി പറയുന്നു, ചില പിള്ളേർ അപ്പനെ പോലെ കള്ളു കുടിക്കുന്നു. എന്നാൽ നേരെ മറിച്ച് ചിലർ മാതാപിതാക്കന്മാരെ പോലെ നല്ലവരാകുന്നു, നല്ല സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അപ്പോഴും പറയും ഇതവൻ്റെ അപ്പൻ്റെ മോൻ തന്നെയാണെന്ന്. അപ്പം നമ്മുടെ പ്രവൃത്തിയിൽ നിന്ന് നമ്മുടെ തറവാടിത്വവും നമ്മുടെ മാതാപിതാക്കളെയും തിരിച്ചറിയാം എന്നാണ് അതിലൂടെ അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ വാക്കും പ്രവൃത്തിയും നല്ലതായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിനോട്. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശുദ്ധകുരിശിൻ്റെ സംരക്ഷണവും നാം എല്ലാവരോടും നമ്മുടെ കുടുംബങ്ങളോടും നമ്മുടെ പ്രവർത്തനങ്ങളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ.